ഇന്ന് സോയാബീൻ വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. നല്ല സോയാബീൻ അടയാണ്. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് സോയാബീൻ നല്ലപോലെ കുതിർത്ത് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. പിന്നെ വേണ്ടുന്നത് ഒരു 3/4 കപ്പ് മൈദപ്പൊടിയാണ്. 3/4 കപ്പ് മൈദപ്പൊടിയും ഒരു നുള്ള് പെരിഞ്ജീരകം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ച സോയാബീനും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കും പോലെ തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് അത് പരത്തിയെടുക്കാം. കൈ കൊണ്ട് തന്നെ പരത്താം. അത് അത്ര തിന്നാക്കണ്ട, കുറച്ച് കട്ടിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ എടുത്തിട്ട് വെച്ച് അതിൽ എണ്ണ പരത്തി കൊടുത്തിട്ട് നമുക്കിത് തിരിച്ച് മറിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ സോയാബീൻ അടയുടെ റെഡി ആയിട്ടുണ്ട്. കറിയൊന്നും വേണ്ട കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക.